അവസാനം ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ EVM ജയശങ്കർ അഡ്മിറ്റ് ചെയ്തു അമേരിക്ക ഇന്ത്യ ടാരിഫ് എവിടെ എത്തിയില്ല. അതായത് ഏകദേശം 58% ടാരിഫ് ഉണ്ട്. പല ട്രേഡ് ടോക്സ് നടന്നു. ഇന്ത്യൻ ട്രേഡ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ പോയി ടോക്സ് നടന്നു. ഇതിൻ്റെ അകത്തൊന്നും എക്സാക്റ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടായിട്ടില്ല. ഇന്ന്, അതായത് ഇന്ന് ഞായറാഴ്ച, കൗഡില്യ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു ഫോറം ഉണ്ട്. അത് അറിയപ്പെടുന്ന ഒരു എക്കണോമിക് ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ നടത്തുന്ന ഒരു ഫോറമാണ്. അപ്പം അതിൻ്റെ അകത്ത് സെമിനാറിൽ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത് NK സിംഗ് ആണ്, പഴയ ഫിനാൻസ് സെക്രട്ടറി. അതേപോലെ നീതി ആയോഗിൻ്റെ CEO ആയിരുന്നു, മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരുന്നു, അറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് കൂടിയാണ്, സിവിൽ സർവീസ് ഓഫീസർ ആണെങ്കിൽ തന്നെ. അദ്ദേഹമാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. എവിടെ എത്തി? അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത് എവിടെ എത്തിയിട്ടില്ല. ഇന്ത്യക്ക് പലയിടത്ത് റെഡ് ലൈൻ ഉണ്ട്. അത് ഉറപ്പായിട്ടും ഇന്ത്യക്ക് റെഡ് ലൈൻ ഉണ്ട്. ഈ അഗ്രികൾച്ചർ സെക്ടർ ആണെങ്കിലും ഈ ഫാം സെക്ടർ ആണെങ്കിലും. അപ്പം ആ റെഡ് ലൈൻ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ചില മീഡിയയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് തെറ്റിദ്ധാരണയായിരുന്നു. അതും ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അഡ്മിറ്റ് ചെയ്തു ഇന്ത്യൻ ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതായത് പല ആൾക്കാരും നിങ്ങൾ പറഞ്ഞു കേട്ടുകയാണ്, യൂറോപ്പിൽ ഇപ്പോൾ മാർക്കറ്റ് തുറന്ന് അങ്ങോട്ടൊന്ന് പോകാം, നമ്മുടെ സാബു ചേക്കാം. അതേപോലെ തന്നെ റഷ്യയിൽ ഇപ്പോൾ എല്ലാം കൂടെ ഒലത്തിക്കോട്ട് പോകുമെന്ന് പറഞ്ഞു, അവരെല്ലാം മേടിച്ചോളും എന്ന് പറഞ്ഞു. പുടിൻ പറഞ്ഞു അവർ മേടിച്ചോളാം. അപ്പം അയാൾ തന്നെ അഡ്മിറ്റ് ചെയ്തു അങ്ങനൊരു മാർക്കറ്റല്ല അമേരിക്ക. ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്, വേൾഡിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. അപ്പം അവർക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ പല മാനുഫാക്ചറിങ് ഏരിയ സെക്ടേഴ്സ്, അവരുണ്ടാക്കുന്ന ഈ പ്രോഡക്റ്റുകളൊന്നും പെട്ടെന്നൊന്നും യൂറോപ്പിലോട്ട് അക്സെപ്റ്റഡ് അല്ല. ഇപ്പൊ യൂറോപ്പ് ഇന്ത്യയും തമ്മിൽ ട്രേഡ് ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് റഷ്യൻ ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് കൂടുതൽ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം. പക്ഷേ അതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ ലേറ്റർ സ്റ്റേജിലാണ് വരാൻ പോകുന്നത്. കാരണം ട്രേഡ് രണ്ടു കൂട്ടരുമായിട്ട് ട്രേഡിൻ്റെ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ളതിനേക്കാളും 2 ഇരട്ടിയാക്കാവുന്ന യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സ് അവരുടെ ട്രേഡ് ടീം ഇന്ത്യയിൽ വന്ന് ടോക്സ് നടത്തിയിട്ടുണ്ട്. ബ്രിട്ടനുമായിട്ട് നമ്മൾ കരാർ എഗ്രിമെൻറ്റിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്തു? ഇപ്പം നമ്മൾ സീ ഫുഡിൻ്റെ കാര്യം എടുക്കാം. ഇപ്പോൾ സീ ഫുഡ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്നത് അമേരിക്കയില, രണ്ടാമത് പോകുന്നത് ഇവിടെ ചൈനയില, വയ വിയറ്റ്നാം. അതേപോലെ മീറ്റ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ്, അതും വയ വിയറ്റ്നാം. അവർ നേരിട്ടല്ല വാങ്ങുന്നത്. കാരണം അവിടെ ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം അവരുടെ വെരിഫിക്കേഷൻ അവർ വന്നാണ്, വിയറ്റ്നാമീസ് കമ്പനികൾ വന്നാണ് ഇവിടെ വന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് വാങ്ങുന്നത്. നിങ്ങൾ കണ്ടാണ് പെട്ടെന്ന് ചൈന ഇന്ത്യയുടെ ഫാർമ സെക്ടറിലുള്ള സാധനം വാങ്ങാം, വാങ്ങാൻ പോകുന്നത്. കാരണം ഇതിനേക്കാളും ചീപ്പായിട്ട് ചൈന ഇത് ഉണ്ടാക്കുന്ന. ഇതൊക്കെ വിഡ്ഢിത്തരമെന്ന് പറയുന്നത്. കാരണം അവരൊരു മേനിക്ക് കയറി പറയുന്നത്. കാരണം അവരുടെ ഒരു അതാണ് ഞാൻ ഈ പറയുന്നത്. അമേരിക്കൻ ട്രേഡുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില ആൾക്കാർക്കത് മനസ്സിലാകണം എന്തുവാ ഈ സംഭവം എന്നുള്ളത്. ഇപ്പം കാറുകളുടെ സ്പെയർ പാർട്സ്, അതായത് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ്, അതായത് ഞാൻ ഈ താമസിക്കുന്ന ഈ ഡൽഹി സിറ്റിയിലെ ദ്വാരക, അതിൻ്റെ ഇപ്പുറത്തായിട്ട് മാറിയിട്ട് ഇഷ്ടം പോലെ സ്പെയർ പാർട്സ് ഉണ്ടാക്കുന്ന ഗുരുഗ്രാമിലുണ്ട്, ഫരീദാബാദിലുണ്ട്, നോയിഡയിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പോയി മനസ്സിലാക്കണം എന്താ അവിടുത്തെ സ്ഥിതി എന്നുള്ളത്. ജോലി പോയി 50-52% ടാരിഫ് എങ്ങനെ അവർക്ക് മുതലാവും? അതിനേക്കാളും കുറച്ച് കൊടുക്കാൻ മെക്സിക്കോയും കാനഡയൊക്കെ തയ്യാറാണ്. പിന്നെ എങ്ങനെ ഈ സാധനം പിന്നെ ആരിത് കയറി മേടിക്കും? അതേപോലെ യൂറോപ്പിൽ ഈ പറയുന്ന ടെക്സ്റ്റൈൽസ് അവർ കംബോഡിയയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വാങ്ങുന്നുണ്ട്. നിങ്ങൾ ചൈനയിൽ പോയിട്ട് അവിടുത്തെ എക്സ്പോർട്ട് ഉണ്ടാക്കുന്ന അവരുടെ ഹബ്ബ് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ഒരു സ്ഥലം, അതായത് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എറണാകുളം സിറ്റിയുടെ അത്ര എടുക്കുക, അതിൻ്റെ 2 ഇരട്ടി. അതും മുഴുവനും ഈ പറയുന്ന ചൈന ഈ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലം മാത്രമാണ്.
ഇതേപോലെ എത്രയോ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് അവിടെ മാർക്കറ്റ് അമേരിക്കയിൽ ക്യാപ്ചർ ചെയ്തു. അതാണ് പ്രാധാന്യം. മാർക്കറ്റ് ക്യാപ്ചർ ചെയ്ത് ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് ഡിമാൻഡായി. ഇപ്പം ഞാൻ ഈ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ അവിടെ പോയി ഞാൻ ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണാറുണ്ട്. അതായത് ഇന്ത്യൻ സാധനങ്ങൾക്ക് ഡിമാൻഡായി ക്യാപ്ചർ ചെയ്തു. ഇത് യൂറോപ്പിൽ ഇതേപോലെ വേറെ ആൾക്കാർ അയക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ അവിടെയൊന്നും ഈ പറയുന്ന പോലെ പെട്ടെന്ന് കയറി ഇടിച്ചു കയറാൻ പറ്റുന്നത്. അവിടെ ഓൾറെഡി അവർക്കുണ്ട്, അവർക്ക് സപ്ലൈ ഉണ്ട്, സപ്ലൈ ചെയിൻ ഉണ്ട്. ഇതൊക്കെ ആക്റ്റീവായിട്ട് പോകുന്ന സ്ഥലം. മറ്റുള്ള സാധനങ്ങളുടെ മാർക്കറ്റിംഗ് ഉണ്ടാക്കിയെടുക്കണം. കുറച്ചും കൂടെ വില കുറഞ്ഞ് കുറച്ചും കൂടെ ക്വാളിറ്റിയൊക്കെ മറ്റു പല സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കണം. അതിന് ടൈം എടുക്കും. അത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സൊല്യൂഷനൊന്നും അല്ല ഇത്. അത് 1 മാസമോ 2 മാസമോ 1 വർഷം, അത് വർഷങ്ങളെടുത്ത് ചെയ്യുന്ന ഒരു മാർക്കറ്റിന്റെ ഒരു പ്രൊസീജിയറാണ് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞ സ്വർണത്തിന്റെ വില ഭയങ്കരമായിട്ട് കൂടുന്നു. ഓഫ് കോഴ്സ് ഗ്ലോബലായ ഡിപ്രീസിയേഷൻ ഒക്കെ ഉണ്ട്. ഗ്ലോബൽ എക്കോണമി എല്ലാം മാറ്റർ ചെയ്യുന്നു. റഷ്യ-ഉക്രൈൻ വാറുണ്ട്. അതായത് അമേരിക്കയുടെ ഇപ്പോഴത്തെ അവരുടെ ട്രഷറി അടിച്ച് അതൊക്കെ മാറ്റർ ചെയ്യും. ഇന്ത്യൻ കറൻസിയുടെ വില നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങോട്ട് താപ്പോട്ട് പോവുക. അത് ഇത്രയും മാത്രമേ ഇന്റർവെൻ ചെയ്യും. ഇന്ത്യയുടെ ഫോറാക്സ് നോക്ക്, ഫോറിൻ എക്സ്ചേഞ്ച് താപ്പോട്ട് പോയി. കാരണം ഇന്ത്യൻ RBI ഇന്റർവെൻ ചെയ്ത് ഇന്ത്യൻ കറൻസി വാങ്ങുക. അല്ലെങ്കിൽ ഇത് നേരിച്ച് 100 മേളം കയറിപ്പോയനെ. അത് പല ഗെയിം കളിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പിടിച്ചെടുക്കുക. ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കുന്നത്. അതിനിടയ്ക്ക് ഇത്രയും ജോലി പോകുന്നു. ആൾക്കാരുടെ സ്ഥിതി രൂക്ഷമായിട്ട് വരുന്നു. നിങ്ങൾക്കറിയാവോ എന്ന് എനിക്കറിയത്തില്ല. IT സെക്ടറിൽ വലിയ ജോലി ഓപ്പണിംഗ് ഒന്നുമില്ല, ജോലി പോയിക്കൊണ്ടിരിക്കുക. ബാങ്കിങ് സെക്ടർ ജോലി പോയിക്കൊണ്ടിരിക്കുക. കാരണം AI കയറി വന്നിരിക്കുക. ഇപ്പൊ ഇന്ത്യയിലെ ജോബ് എന്ന് പറയുന്ന വലിയൊരു ഇഷ്യൂ ആയി മാറി. ഈ അമേരിക്കൻ ടാരിഫും ഈ പറയുന്ന മറ്റുള്ള ഇഷ്യൂസ് ഇന്ത്യൻ ഈ എക്കോണമിയുടെ നിങ്ങൾ ഈ കാണിക്കുന്ന GDPയുടെ കണക്കുകളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് GDP എക്സാക്റ്റ് ആയിട്ട് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ബൂമാണ്. ഒന്നാമത് ദീപാവലി ഇന്ത്യയുടെ ഫെസ്റ്റിവൽ സീസണാണ്. ഇപ്പോഴ് അമേരിക്കയുടെ ഫെസ്റ്റിവൽ സീസൺ എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്. ആ ഒരു സീസണിൽ ഇന്ത്യയിലെ ദീപാവലി സീസണിന്റെ അടുക്കാൻ പോവുക. ഇപ്പൊ ഇന്ത്യൻ ഈ സമയത്ത് വലിയ രീതിയിലുള്ള വിൽപ്പനയൊക്കെ നടക്കണ്ട. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഗോൾഡിലോട്ടങ്ങ് പോവുക. കാരണം മാർക്കറ്റ് താഴെ പോവുക. അത് ഒരു ഇഷ്യൂ അല്ല. എന്തിനാ ചന്ദ്രബാബു നായിഡു ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും അതേപോലെ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇന്ത്യ ഗവൺമെന്റിനോട് കേണപേക്ഷിച്ചേക്കുക ഇന്റർവീൻ ചെയ്യാൻ, പെട്ടെന്ന് റിലീഫ്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ജോലി ചെയ്യുന്ന. കാരണം പണം വേണം. കാരണം എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം പോകുന്നില്ല, എല്ലാം കെട്ടിക്കിടക്കുക. അതായത് നമുക്ക് വന്നു കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ സംഭവം എന്തുവാന്ന്. ഇനി 1 മാസം കൂടെ കഴിഞ്ഞ് ഇതിനൊരു തീരുമാനം ആയില്ലെങ്കിൽ ഇതെവിടെ പോയി നിൽക്കും? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വല്ലാത്ത പാനിക് സിറ്റുവേഷനില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ പറയുന്ന ട്രംപ് ആണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവിടെയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്, ട്രംപും പ്രധാനമന്ത്രി മോദിയും നേരിട്ട് ഒരു അരമണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ട്രംപ് എന്ന് പറഞ്ഞ ആള് ഒരു കാരണവശാലും അടുക്കുന്നുമില്ല. കാരണം ഹൈലി ഈഗോസ്റ്റിക് ആണ് അയാൾ. പക്ഷെ ഒരേ മോദിയെ മാത്രം അത് ബാധിക്കും. ഇന്ത്യയെ മുഴുവൻ ഇത് ബാധിക്കുക. H1B വിസാക്കാരെ ബാധിക്കുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ? അതേപോലെ ഞാൻ അറിയാൻ സാധിച്ചത്, അതായത് ടെലഗ്രാഫ് പത്രത്തിന് ഇവിടെ ടോറീസ്, UK ടോറീസ് നിങ്ങൾക്ക് കൺസർവേറ്റീവ് പാർട്ടിക്കാര് അവരെ നിക്നെയിമിൽ പറയുന്ന ടോറീസ്. അപ്പൊ അതിന്റെ ലീഡർ കൊടുത്ത അഭിമുഖത്തില്, ആ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് എന്തുവാ? ഏകദേശം ട്രംപ് വന്ന ശേഷം 3-3.5 ലക്ഷം ആൾക്കാരെയാണ് ഡീപ്പോർട്ട് ചെയ്തേക്കുന്നത്. എത്രയോ ഇന്ത്യക്കാർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഡീപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ടൊക്കെ പോവുക. അപ്പൊ അങ്ങനൊരു ഭാഗത്ത് നടക്കുന്നു. H1B വിസയുടെ കാര്യം നടക്കുന്നു. ഇന്ത്യയിലുള്ള തൊഴിലില്ലായ്മ കൂടുന്നു. ഏയുടെ സംഭവം, അതേ അമേരിക്കൻ ടാരിഫ്, വല്ലാത്തൊരു ക്രൈസിസിൽ കൂടാണ് ഗ്ലോബൽ ലോകം. അങ്ങ് ഇന്ത്യ അതിനേക്കാളും വലിയ ക്രൈസിസിലായി. ഈ പറയുന്ന റെസിപ്രോക്കൽ ടാരിഫും ക്യൂണിറ്റീവ് ടാരിഫും. എന്നാൽ
BJP ഭരിക്കുന്ന ഒറീസ ഗവൺമെന്റും പറയുന്നത്. കാരണം അവിടെയും ഈ പറയുന്ന സീ ഫുഡ്, ചെമ്മീൻ, അവരുടെ ജോലി പോയി. ഇത് പെട്ടെന്ന് മാർക്കറ്റൊന്നും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ചെമ്മീൻ എന്ന് പറഞ്ഞത് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയനാണ് സംഭവം. സിറ്റികളിൽ മാത്രമേ ഉള്ളൂ സീ ഫുഡ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മളിപ്പം ഡൽഹി എന്ന് പറഞ്ഞ സിറ്റി എടുക്കാം, സ്പെസിഫിക് ആയിട്ട് സ്ഥലങ്ങളിലേ ഉള്ളൂ സീ ഫുഡ്. നമുക്ക് ഈ മീൻ മേടിക്കാനും ആ സംഭവമൊക്കെ ഉള്ളൂ. പക്ഷെ ഹ്യൂജ് സംഭവം. കാരണം ഇഷ്ടംപോലെ ഇന്ത്യയുടെ ഇത്രയും കരയുണ്ട്, ഇഷ്ടംപോലെ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കും. കാരണം വലിയ മാർക്കറ്റ് അമേരിക്ക. കാരണം ബൈയിങ് പവർ ആ മാറ്റർ ചെയ്യുന്നത്. അതായത് വാങ്ങാനുള്ള കഴിവ്. ഇത് ആഫ്രിക്കയിലെ വിട്ട് ആര് മേടിക്കും? ഉറപ്പായിട്ട് GCC രാജ്യങ്ങളിലെ ബൈയിങ് പവർ ഉണ്ട്. സൗദിയിലുണ്ട്, UAE ഉണ്ട്, മറ്റു ചില രാജ്യങ്ങളിലുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു കണക്കുണ്ട്. കാരണം അവിടെ സപ്ലൈ ചെയ്യുന്ന മറ്റു പലരും പിന്നെ അവര് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. അവർക്കും ഫിഷിംഗ് ഒക്കെ നടത്താമല്ലോ. ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ അമേരിക്കൻ മാർക്കറ്റിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. റഷ്യ എന്ത് കൊണ്ടുവാ നമ്മുടെ ഇത് മേടിക്കുന്നത്? ഇതൊക്കെ ചുമ്മാ മീഡിയയിലൊക്കെ, സോഷ്യൽ മീഡിയയിലും നമുക്കൊരു റിലീഫ് കിട്ടുന്നൊരു വാർത്തയിൽ തന്നെ ഉള്ളൂ. യാഥാർത്ഥ്യം എന്തുവാ? റഷ്യ ഏറ്റവും കൂടുതൽ സാധനം വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ് വാങ്ങുന്നത്. അവര് ഇന്ത്യൻ മെഡിസിൻ വാങ്ങേണ്ട ആവശ്യം എന്തുവാ? അപ്പൊ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ജനറിക് മെഡിസിൻ അത് അവിടെ ലാബുകളിലൊക്കെ ടെസ്റ്റ് ചെയ്ത് ആ രീതിയിൽ ഉണ്ടാക്കിയ സംഭവമാണ്. അങ്ങനെയാണ് ഇന്ത്യൻ ഫാർമ അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഉണ്ടാക്കി അതിനൊരു സ്പെസിഫിക് കാറ്റഗറി ആക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. അതിന് വലിയ ഡിമാൻഡായി. അമേരിക്കയുടെ 40% മെഡിസിൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്താ അമേരിക്ക അവിടെയുള്ള കമ്പനികൾ തുടങ്ങിയ ഇന്ത്യയിലെ പല കമ്പനികളും അവിടെ പോയിട്ടുണ്ട്, അമേരിക്ക പോയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം അവർക്ക് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തേ മതിയാവത്തുള്ളൂ. ഇനി അടുത്ത സംഭവം എന്താ? നമ്മൾ ഈ ട്രേഡ് നടത്തുന്ന ഡോളറിൽ മേജറായിട്ട് ലിബറലൈസേഷൻ ശേഷം ഇപ്പം അവിടെ പോയി, ബ്രിക്സ് അവിടെ പോയി. ബ്രിക്സ് കറൻസി വരുന്നു. ഞാൻ പറഞ്ഞു ഈ പുല്ലൊന്നും നടക്കത്തില്ല. ഇതവിടെ പോയതൊക്കെ അതിനെപ്പറ്റിയും മിണ്ടുന്നില്ല. കാരണങ്ങൾ മനസ്സിലാക്കുക. ഗ്രൗണ്ട് സീറോയിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, കാര്യങ്ങൾ അപഗ്രഥിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും വലിയ മാർക്കറ്റ്, ഇന്ത്യൻ പ്രോഡക്റ്റുകളുടെ നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്കയാണ്. ബൈയിങ് പവർ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇന്ത്യ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യും. അതാണിപ്പം ഇത് കഴിഞ്ഞിട്ടിപ്പോൾ 1.5 മാസമേ ആയിട്ടുള്ളൂ ഈ അനൗൺസ്മെന്റ് വന്ന സംഭവം. അപ്പോൾ 2 മാസം കൂടെ കഴിഞ്ഞുള്ള സ്ഥിതി എന്താവും? നമ്മൾ ഉയർച്ചയ്ക്ക് എന്താണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രസവിച്ച ഒരു കുട്ടിയാണത് വളരെ സമയം എടുക്കും. പെട്ടെന്ന് സ്വദേശി എന്നും പറഞ്ഞ് ഈ സാധനങ്ങളെല്ലാം കൂടെ മാറ്റിക്കഴിഞ്ഞ് പിന്നെ ഏത് പുല്ല് എവിടെ ഉള്ളത്? അതാ മനസ്സിലാക്കേണ്ടത്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അല്ലാതെ ഇത് മുന്നോട്ട് പോകാൻ വലിയ പാടാണ് എല്ലാവരെയും. കാരണം ഇന്ത്യയിൽ ഈ പറഞ്ഞ ഫെസ്റ്റിവൽ സീസണിൽ എല്ലാം ഹ്യൂജായിട്ട് സെയിൽ കണക്കേണ്ടതാണ്. ഇന്ത്യയിൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ആ ഒരു ആവേശമൊന്നുമില്ല. കാരണം ആളുകളുടെ പണം ഇല്ലാതായി. കാരണം ഭയമായി. കാരണം പാനിക്കായി കഴിഞ്ഞാൽ ആൾക്കാർ സ്പെൻഡ് ചെയ്തില്ല, അവർ കരുതി വെക്കും. പാനിക്കാവരുത് ഒരു കാരണവശാലും. എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫ്ലോ അങ്ങ് മാറും. ഇപ്പോൾ ഫ്ലോ അങ്ങ് മാറി. കാരണം അമേരിക്കൻ ടാരിഫ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ എക്കോണമി ഇഷ്യൂസ്, ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധം, H1B വിസ, ജോലി നഷ്ടപ്പെടും, ചെറുപ്പക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നു. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു കഷ്ടകാലമാണ്. തോന്നുന്നത് ഇതിനെ ഓവർകം ചെയ്തേ മതിയാവും. ഈ പറയുന്ന ബ്ലഫും തള്ളലും കൊണ്ടൊന്നും നടക്കത്തില്ല. ഇപ്പം നരേന്ദ്രമോദി വലിയ തള്ളു നിർത്തിയല്ലോ. എവിടെ പോയി തള്ള? വലിയ തള്ളായിരുന്നല്ലോ, എവിടെ പോയി? ഇപ്പം തള്ളു മനസ്സിലായി. ഇനി തള്ളാൻ പറ്റത്തില്ല. കാരണം ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലായി ഇത് വെറും തള്ളാണ്, റിസൾട്ട് വന്നിട്ടില്ല. അമേരിക്കയായിട്ട് നല്ല റിലേഷൻഷിപ്പ് പോയില്ലെങ്കിൽ ഇന്ത്യയുടെ ബിസിനസ് ആണെങ്കിലും, ഇന്ത്യയുടെ എക്കോണമി ആണെങ്കിലും, നമ്മുടെ ഗ്രോത്ത് ആണെങ്കിലും, നമ്മുടെ എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും, നമ്മുടെ ജോബ് ആണെങ്കിലും, നമ്മുടെ ബേസ് ആണെങ്കിലും അതിനെ മാറ്റർ ചെയ്യും.
അത് തന്നെയാണ് ജയശങ്കർ പറഞ്ഞത്. കാരണം ഇത് വളരെ സീരിയസ്, ഇത് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ബാക്കിയുള്ള ടോക്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ത്യ റഷ്യയുമായിട്ട് ഒരു ഹോവാർഡ് ലുപ്റ്റിക് ഇന്ത്യയോട് പറഞ്ഞു. കാരണം നിങ്ങൾ റഷ്യയുടെ എക്യുപ്മെന്റ്സ് മേടിക്കുവാണെങ്കിൽ ഇന്ത്യയുമായിട്ട് അമേരിക്കയുമായിട്ട് ഡിഫൻസുമായിട്ടൊരു ബന്ധം ഉണ്ടാകത്തില്ല. ഇത് വെറുതെ തലവേദന ഓരോന്നായിട്ട് അവർ പറയുന്ന ഓരോ ഡിമാൻഡുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നേരത്തെ ഒന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ റഷ്യയിൽ നിന്ന് എക്യുപ്മെന്റ്സ് വാങ്ങാൻ പാടില്ല. അപ്പൊ അവിടെ നീ മേടിച്ചു വെച്ചിട്ട് ഇത്രയും സാധനങ്ങളുടെ സർവീസ് ആരും ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഒരു ഈ മോദിയും ട്രംപ് വരുന്ന തീരാവുന്ന ഇഷ്യൂ ആയത്. അല്ലെങ്കിൽ അവരിങ്ങനെ ഓരോ ഊരാക്കുടുക്കും ട്രാപ്പുകളും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എങ്ങനെ അത് പെട്ടെന്ന് നിർത്താൻ പറ്റുന്നത്? ഏറ്റവും കൂടുതൽ എക്യുപ്മെന്റ്സും ഈ ഹാർഡ്വെയർ റഷ്യയുടെ അന്ന് വാങ്ങിയിരിക്കും. പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്തിട്ട് ഇതെങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റും? അതായത് ഒരു ഇഷ്യൂ അല്ല, മൾട്ടിപ്പിൾ ഇഷ്യൂ അമേരിക്ക ഉണ്ടാക്കുവാണ് ഇന്ത്യക്കെതിരെ. അതാണ് പറയുന്നത് സൊല്യൂഷൻ ഉണ്ടാകും. ഒരു കാരണവശാലും മോദി ഗവൺമെന്റ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവും ഇഷ്യൂ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും അതിനുശേഷമുള്ള ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റം ഉണ്ടായി. വെറുതെ ഊപ്പയായി കിടക്കുന്ന പാകിസ്ഥാനെ പിടിച്ചവൻ പരവതാനിയിലാക്കി. നമ്മൾ ചൈനയുടെ അടുത്ത് പോയി അതിനേക്കാളും ബ്ലണ്ടർ. അതിനുശേഷം ഇന്ത്യ കാണിച്ച മുഴുവനും ബ്ലണ്ടറായിപ്പോയി എന്നിന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. ഇങ്ങനൊന്നും ആരുന്നില്ല. ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റസ്കോ എന്ന് പറയുന്നത് നമ്മൾ എത്ര മുകളിൽ നിന്നൊരു രാജ്യമാണ്. ആരാ ഇതിൻ്റെ അകത്ത് ഉത്തരവാദി? ഉറപ്പായിട്ടും മോദി ഗവൺമെന്റിന്റെ തെറ്റായ നിഗമനങ്ങൾ, തെറ്റായ വീക്ഷണം, അവരെന്താണ് കാൽക്കുലേറ്റ് ചെയ്തത് മുഴുവനും പാളിപ്പോയി. അതാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. അതായത് ഗവൺമെന്റ് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു, തെറ്റുപറ്റിയെന്ന് പറയുന്ന രീതിയിലാണ് ബിസിനസ് സെറ്റ് ബാക്ക് ഉണ്ടായി. ഇത് തന്നെയാണ് ഇതിന്റെ കാരണം.